കിണ്ണത്തപ്പം റെഡി. ബട്ടറില്ല, എണ്ണയില്ല, മൈദ ഇല്ല, പഞ്ചസാര ഇല്ല, പക്ഷെ കേക്കുണ്ട്. പക്ഷെ ടേസ്റ്റി ആണ്. നോക്ക്, ചോക്ലേറ്റ് ആണ്. നമ്മുടെ ചേച്ചിയുടെ ചാനല് 3K ആയപ്പോ ഞാനൊരു എക്സൈറ്റ്മെന്റിന് പറഞ്ഞു പോയി നമുക്ക് കേക്ക് ഉണ്ടാക്കാന്ന്. നീ ഒരു എക്സൈറ്റ്മെന്റിൽ പറഞ്ഞതാണെങ്കിലും ഞാനത് കാര്യമായിട്ടാണ് എടുത്തത്. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോ കേക്ക് ഉണ്ടാക്കുന്നത്. ഇത് പാളി പോവോ ഇല്ലയോന്ന് നമുക്ക് കണ്ടറിയാം. രഞ്ജു, നിന്റെ ഈ മിക്സിങ് കണ്ടു കഴിഞ്ഞാൽ നീ ഭയങ്കര പ്രൊഫഷണൽ ആണെന്ന് തോന്നൂലോ. അല്ലെങ്കിൽ നീ മെയിൻ അല്ലേ ഡിഞ്ചു? അതെ, റെസിപ്പി എന്റെയാണ്. അയ്യോ, റെസിപ്പി നമ്മുടെ അല്ല, നമ്മളൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഡിഞ്ചു, നിനക്ക് ഈ വാനില എസൻസിന്റെ സ്മെല്ല് വരുമ്പോ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ട്? അപ്പൂപ്പന് ഓർമ്മ വരുന്നുണ്ട്. നമ്മുടെ അപ്പൂപ്പന് പണ്ട് വാനില കൃഷി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ വീടിന്റെ ബാക്കിലും വാനില ഉണ്ടായിരുന്നു. നീ ഓർക്കണ്ടോ? നമ്മളവിടെ പോയി നല്ല ഓർമ്മയുണ്ട്. പിന്നെ അത് ഉണക്കാൻ ഇടുമ്പോഴുള്ള ആ ഒരു സ്മെല്ലാണ് എനിക്ക് സ്മെല്ല്. നേരത്തെ നമ്മുടെ ബാറ്ററിന് ഒരു മുട്ടയുടെ സ്മെല്ല് ഉണ്ടായിരുന്നു. വാനില എസൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോ അതെന്തായാലും സെറ്റ് ആയിട്ടുണ്ട്. 2 മുട്ട നമ്മുടെ ബാറ്ററിന് കറക്റ്റ് ആയിരുന്നു. പക്ഷെ റോബസ്റ്റ് 2 ഇട്ടെങ്കിൽ പണി പാളി പോയത്. അവിടെ നമ്മുടെ ചേച്ചിയുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരുന്നുകൊണ്ട് 2 എണ്ണത്തിൽ മാറ്റി ഒരെണ്ണാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ റെസിപ്പി നോക്കിയല്ലേ ചെയ്യുന്നതെന്നൊരു ഡൗട്ട് ഉണ്ടാവും. പകുതി എത്തിയപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് റെസിപ്പിയൊക്കെ പോയിട്ടോ. എഞ്ചു, നീ ഇത് തട്ടുമ്പോ എന്താ കോൺഫിഡൻസ്? പക്ഷെ നിന്റെ മുഖത്ത് ഇത്തിരി ടെൻഷൻ ഉണ്ട് കേട്ടോ. ആ ശരിയാ, കാരണം ഇത് എന്റെ റെസിപ്പി ആണല്ലോ. ലാസ്റ്റ് വന്നപ്പോ ട്വിസ്റ്റ് ചെയ്തത് എന്റെ റെസിപ്പി ആയതുകൊണ്ട് ഞാൻ കുറച്ച് ടെൻഷനിലായിരുന്നു കേട്ടോ. രാവിലെ നീ കേക്ക് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞപ്പോ ഞാൻ ഈ കലത്തപ്പല്ലട്ടോ പ്രതീക്ഷിച്ചേ. ഇതിപ്പോ കറക്റ്റ് അമ്മ ഉണ്ടാക്കുന്ന കലത്തപ്പം പോലെ തന്നെ ഉണ്ടല്ലേ. ഈ എന്നെ ആക്കിയതല്ലല്ലോ അല്ലേ? എന്തായാലും ഇപ്പൊ ടേസ്റ്റ് ചെയ്തിട്ട് പറ സംഭവം എങ്ങനെയുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലേ. എന്റെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ആ ചോക്ലേറ്റ് ഇങ്ങനെ മെൽറ്റ് ആയിട്ട് വരുന്നതാണ്. നിനക്ക് എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അത്രയും ചോക്ലേറ്റ് ഇട്ടപ്പോ ഞാൻ വിചാരിച്ചു ഇത്തിരി മധുരം കൂടി. ചോക്ലേറ്റിന് എപ്പോഴും നല്ല കിടിലൻ ടേസ്റ്റ് അല്ലേ. ആ ഒരു കോൺഫിഡൻസിലാണ് നമ്മൾ അത്ര ഇട്ടത്. എന്തായാലും 3K സെലിബ്രേഷൻ കേക്ക് നിനക്ക് ഇഷ്ടപ്പെട്ടോ? പിന്നല്ല. അപ്പൊ ഹാപ്പി 3K. താങ്ക് യു.